ഹരേ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സുസ്വാഗതം. ഭഗവാൻ ഉദ്ധവർക്കായി ഉപദേശിച്ചു കൊടുക്കുന്ന വർണ്ണാശ്രമധർമ്മങ്ങളെക്കുറിച്ച് ഭാഗം 2 എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഭഗവാൻ പറഞ്ഞ ധർമാചരണത്തിൻ്റെ അടുത്ത ഭാഗം ഇങ്ങനെയാണ്. ബ്രാഹ്മണന് തൻ്റെ ധർമാചരണത്തിന് തീരെ സൗകര്യം ഇല്ലാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ വൈശ്യവൃത്തിയായ കച്ചവടം കൊണ്ടോ ക്ഷത്രിയവൃത്തിയാകുന്ന സൈനിക ജീവിതം കൊണ്ടോ ആപത്തിനെ അതിക്രമിക്കുന്നതുവരെ ജീവിക്കുവാൻ സാധിക്കും. ക്ഷത്രിയനും ആപത്തിൽ അകപ്പെടുകയാണെങ്കിൽ നായാട്ടുകൊണ്ടോ ബ്രാഹ്മണവൃത്തിയാകുന്ന വേദാധ്യായനം കൊണ്ടോ ആപത്തിൽ നിന്നും രക്ഷപ്പെടുന്നതുവരെ ജീവിക്കാം. ബ്രാഹ്മണനും ക്ഷത്രിയനും ആപത്തുകാലത്ത് പോലും നീചന്മാരെ ഒരിക്കലും സേവിക്കരുത് എന്നാണ് പറയുന്നത്. ധർമാചരണത്തിന് പ്രതികൂലമായ പരിതസ്ഥിതിയിൽ വൈശ്യന് ശൂദ്രവൃത്തിയാകുന്ന ശുശ്രൂഷ കൊണ്ടും ഉപജീവനത്തെ സമ്പാദിച്ച് ആപത്ത് കഴിയുന്നതുവരെ ജീവിക്കാം. എന്നാൽ ആപൽക്കാലം കഴിഞ്ഞാൽ പിന്നീട് മറ്റു വർണ്ണങ്ങളിൽപ്പെട്ടവരുടെ ധർമ്മമോ ഉപജീവന മാർഗമോ സ്വീകരിക്കരുത്. വേദപഠനം കൊണ്ട് ഋഷികളെയും തർപ്പണം കൊണ്ട് പിതൃക്കളെയും ഹോമം കൊണ്ട് ദേവന്മാരെയും ആഹാരം നൽകിക്കൊണ്ട് മൃഗപക്ഷികളാകുന്ന ഭൂതങ്ങളെയും അതിഥി സൽക്കാരം കൊണ്ട് മനുഷ്യരെയും ഗൃഹസ്ഥൻ ദിവസേന ആരാധിക്കണം. ഋഷികൾ, ദേവന്മാർ, പിതൃക്കൾ, മനുഷ്യർ, ഭൂതങ്ങൾ എന്നീ പഞ്ചയജ്ഞ ദേവതകളെ ഈശ്വര സ്വരൂപികളായി കണ്ട് ദിവസേന ആരാധിക്കലാണ് പഞ്ചയജ്ഞമെന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ ദിവസവും പഞ്ചയജ്ഞം ചെയ്യണമെന്നാണ് ഭഗവാൻ പറയുന്നത്. യാദൃശ്ചികമായി കിട്ടുന്നതോ ധാർമ്മിക മാർഗത്തിലൂടെ സമ്പാദിച്ചതോ ആയ ധനം കൊണ്ട് യജ്ഞങ്ങളും ചെയ്യണം. കുടുംബത്തിൽ അത്യാസക്തി പുലർത്താതെ ജീവിക്കണം. ഈ ഇഹലോക സുഖങ്ങളും സ്വർഗാദിലോകങ്ങളും നശിക്കുന്നവയാണെന്ന് വിചാരം ചെയ്തറിഞ്ഞ് അവയിലുള്ള ആഗ്രഹത്തെ പൂർണ്ണമായും ഉപേക്ഷിക്കണം. ഓരോ ദിവസവും സ്വപ്നത്തിൽ പുതിയ അനുഭവങ്ങൾ ഉണ്ടാവുന്നത് പോലെ പുത്രന്മാർ, ഭാര്യ, സ്നേഹിതന്മാർ, ബന്ധുക്കൾ മുതലായവർ ഓരോ ജന്മങ്ങളിലും പുതിയതായി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്രകാരം വിചാരം ചെയ്തുകൊണ്ട് കഴിയുകയാണെങ്കിൽ വീട്ടിലും ഭാര്യാപുത്രാദികളിലും വലിയ സ്നേഹമൊന്നുമില്ലാതെ ഒരു അതിഥിയെപ്പോലെ ജീവിക്കുവാൻ സാധിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. ശരീരത്തിൽ ഞാൻ എന്നും ഭാര്യ, പുത്രൻ, ബന്ധുക്കൾ ഇവരിൽ എൻ്റേത് എന്നുമുള്ള ഭാവവും അതോടുകൂടെ കുറഞ്ഞുവരും. ഇങ്ങനെ ഗൃഹസ്ഥാശ്രമധർമ്മത്തിലൂടെ ഈശ്വരനായ ആ ഭഗവാനെ ആരാധിച്ചുകൊണ്ട് കഴിയുന്നവനാണ് ഭക്തിയും വൈരാഗ്യവും വളർന്നു വരുന്നത്. ഗൃഹസ്ഥ ജീവിതത്തിൽ വൈരാഗ്യം വന്നാൽ വാനപ്രസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കാം. സന്യസിക്കത്തക്ക പാകത വന്നുവെങ്കിൽ സന്യസിക്കുകയും ചെയ്യാം. ഗൃഹത്തിലും പുത്രന്മാരിലും ധനത്തിലും അഭിനിവേശത്തോടും സ്ത്രീകളിൽ അത്യാസക്തിയോടും കൂടി ജീവിക്കുന്ന മൂഢന്മാരായ ഗൃഹസ്ഥന്മാർ ശരീരത്തെ താനെന്നും ശരീരത്തോട് ബന്ധപ്പെട്ടവരെ തൻ്റേതെന്നുമെല്ലാം അഭിമാനിച്ച് ഈ സംസാര സാഗരത്തിൽ ബദ്ധരായിത്തീരുന്നു. എൻ്റെ അച്ഛനമ്മമാർ വൃദ്ധന്മാരാണ്, ഭാര്യ യൗവനയുക്തയാണ്, കുട്ടികൾ പിഞ്ചു കുഞ്ഞുങ്ങളാണ്. ഞാൻ ഉപേക്ഷിച്ചു പോയാൽ അവരെല്ലാം അനാഥരായിത്തീരില്ലേ? ഇപ്രകാരം ചിന്തിച്ച് ഗൃഹജീവിതത്തിൽ തന്നെ മുഴുകിക്കഴിയുന്ന മൂഢന്മാർ നിരാശരായി അവസാനത്തിൽ മരിച്ച് നരകത്തിൽ വീഴാൻ ഇടയായിത്തീരുന്നു. അതിനാൽ ഗൃഹത്തിലും ബന്ധുക്കളിലുമുള്ള ആസക്തിയെ ക്രമേണ അകറ്റി അടുത്തുള്ള ആശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ് വിവേകിയായൊരു സാധകൻ ചെയ്യേണ്ടത്. വാനപ്രസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഗൃഹസ്ഥൻ ഭാര്യയെ സ്വപുത്രന്മാരിൽ ഏൽപ്പിച്ച് തപസ്സു ചെയ്യുവാൻ അവർക്കും താല്പര്യമുണ്ടെങ്കിൽ പത്നിയോടൊന്നിച്ചോ കാട്ടിൽ ചെന്ന് ജീവിക്കാം. മനുഷ്യന് 100 വയസ്സാണ് പൂർണ്ണായുസ്. അതിലുപനയനം വരെയുള്ള ബാല്യകാലം കഴിച്ച് 25 വയസ്സുവരെയുള്ള ആ ബാക്കി കാലം ബ്രഹ്മചാരിയായും പിന്നീട് 50 വയസ്സുവരെ ഗൃഹസ്ഥനായും ജീവിച്ചതിനു ശേഷം 50 വയസ്സ് മുതൽ 75 വയസ്സുവരെയുള്ള ജീവിതത്തിൻ്റെ 3-ാമത്തെ അംശം വാനപ്രസ്ഥനായി തപസ്സു ചെയ്തുകൊണ്ട് കഴിയണം. ഫലമൂലങ്ങൾ മാത്രം ആചരിച്ചുകൊണ്ടും മരവിരി, മൺതോൽ, പുല്ല് എന്നിവയെ വസ്ത്രമാക്കി ധരിച്ചുകൊണ്ടും ജീവിക്കണം. വേനൽക്കാലത്ത് പഞ്ചാഗ്നി മധ്യത്തിലും വർഷക്കാലത്ത് മഴയത്തു നിന്നും മഞ്ഞുകാലത്ത് കഴുത്തിന് വെള്ളത്തിൽ മുങ്ങി നിന്നും തപസ്സു ചെയ്യണം. ആഹാരപദാർത്ഥങ്ങളെ വാനപ്രസ്ഥൻ സ്വയം കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. മറ്റുള്ളവർ കൊണ്ടുവന്നത് സ്വീകരിക്കരുത്. അതേപോലെ കാട്ടിൽ നിന്നു കിട്ടുന്ന ഫലമൂലങ്ങൾ, വരിനെല്ല് ഇവ കൊണ്ട് അതിഥികളെ സൽക്കരിക്കുകയും വേണം. ഇനി അഗ്നിഹോത്രം, ദർശം, പൂർണ്ണമാസം, ചാതുർമാസ്യം ഇവ വാനപ്രസ്ഥനും ആചരിക്കണം.
പക്ഷെ മൃഗഹിംസയോടുകൂടിയുള്ള യാഗം വാനപ്രസ്ഥൻ ചെയ്യരുത്. വാനപ്രസ്ഥാശ്രമത്തിൽ അഹിംസയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇങ്ങനെയുള്ള തീവ്രമായ തപസ്സുകൊണ്ട് ശരീരം ശുഷ്കിച്ച് വെറും എല്ലും തോലുമായി തീരും പിന്നീട്. അങ്ങനെ ഈ തപസ്സുകൊണ്ട് ശുദ്ധനായി തീർന്ന ആ വാനപ്രസ്ഥൻ മരണാനന്തരം മഹർലോകത്തെയും അവിടെ നിന്ന് പരമാത്മാവായ എന്നെയും പ്രാപിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. മോക്ഷത്തിനുള്ള അർഹത ജ്ഞാനം കൊണ്ടേ ഉണ്ടാവൂ. ജ്ഞാനം പ്രകാശിക്കുവാൻ മനഃശുദ്ധി അത്യാവശ്യമാണ്. മനസ്സ് ശുദ്ധമായി തീരാനാണ് തപസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള തപസ്സിനെ ഭൗതിക നേട്ടങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ബുദ്ധിശൂന്യതയല്ലേ? വാർദ്ധക്യം കൊണ്ടോ രോഗാദികൾ കാരണമോ തപസ്സാകുന്ന സ്വധർമ്മം ആചരിക്കുവാൻ വയ്യാത്ത നിലയിൽ എത്തിച്ചേർന്നാൽ വാനപ്രസ്ഥൻ താൻ ഉപാസിക്കുന്ന അഗ്നികളെ ആത്മാവിൽ ലയിപ്പിച്ച് അഗ്നിപ്രവേശം ചെയ്ത് ശരീരത്തെ ഉപേക്ഷിക്കണം. അതേപോലെ കർമ്മങ്ങളെ കൊണ്ട് സമ്പാദിക്കാവുന്ന അനുഭവങ്ങളിലും സ്വർഗാദി ബ്രഹ്മലോകം വരെയുള്ള സുഖങ്ങളിലും വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ അഗ്നിഹോത്രത്തെ ഉപേക്ഷിച്ച് സന്യസിക്കാം. സന്യാസം ജ്ഞാനം കൊണ്ട് ദേവന്മാരെ പോലും അതിക്രമിച്ച് മുക്തനായി തീരുമെന്നതിനാൽ ദേവന്മാർ ഭാര്യയിലും പുത്രന്മാരിലും ആവേശിച്ച് അവരിലൂടെ സന്യാസാശ്രമ പ്രവേശത്തിന് വിഘ്നമുണ്ടാക്കുവാൻ ശ്രമിക്കും. അതിനെയെല്ലാം അതിജീവിച്ചു വേണം സന്യസിക്കുവാൻ. പ്രാജാപത്യയാഗം കൊണ്ട് ഈശ്വരനായ ഭഗവാനെ ഭജിച്ച് തൻ്റെ സർവസ്വവും ഋത്വിക്കിന് ദാനം ചെയ്തതിനു ശേഷം താൻ ഉപാസിക്കുന്ന അഗ്നികളെ സ്വന്തം പ്രാണനിൽ ആവേശിപ്പിച്ച് പ്രപഞ്ചത്തിൽ നിരപേക്ഷനായി സന്യസിക്കണം. കൗപീനം, അതിനെ മറയ്ക്കുന്ന വിധം ചെറിയ വസ്ത്രം, കമണ്ഡലു, യോഗദണ്ഡ്, ഭിക്ഷാപാത്രം ഇവയിൽ കൂടുതലൊന്നും സന്യാസി സ്വീകരിക്കരുത്. കാലിനടിയിൽപ്പെട്ട് ഒരു ജീവിയും മരിക്കാൻ ഇടവരാത്ത വിധം സൂക്ഷിച്ചു നോക്കി വേണം നടക്കാൻ. ജലത്തിലെ അതിസൂക്ഷ്മ ജീവികൾ തൻ്റെ വയറ്റിൽപ്പെട്ട് നശിക്കാതെ ഇരിക്കാനായി വെള്ളം വസ്ത്രത്തിൽ അരിച്ചു കുടിക്കണം. സത്യം മാത്രമേ പറയാവൂ. മനസാക്ഷിക്ക് യോജിച്ചതു മാത്രം പ്രവർത്തിക്കുക. മൗനം കൊണ്ട് വാക്കിനെയും സർവകർമ്മ പരിത്യാഗം കൊണ്ട് ശരീരത്തെയും പ്രാണായാമം കൊണ്ട് മനസ്സിനെയും അടക്കിക്കൊണ്ടുവേണം സന്യാസി ജീവിക്കാൻ. അങ്ങനെയുള്ള സന്യാസിമാരാണ് ശരിയായ ത്രിദണ്ഡികൾ. ബ്രാഹ്മണാദി 4 വർണ്ണങ്ങളിൽ നിന്നും ഭിക്ഷ സ്വീകരിക്കണം. അതേപോലെ ഇന്ദ്രിയങ്ങളെ അടക്കി മനസ്സിനെ നിസ്സംഗമാക്കി തീർത്ത് ആത്മാവിൽ ആനന്ദിച്ചുകൊണ്ടും എല്ലാത്തിനെയും സമമായ ബ്രഹ്മമായി കണ്ടുകൊണ്ടും വേണം ആ സന്യാസി സഞ്ചരിക്കുവാൻ. സൗകര്യമുള്ളപ്പോഴെല്ലാം ഏകാന്തത്തിൽ ഇരുന്നു കൊണ്ട് ഭക്തിഭാവത്താൽ നിർമ്മലമായ മനസ്സുകൊണ്ട് ആത്മാവായ തന്നെ പരമാത്മാവിൽ നിന്നും ഭിന്നമല്ലാത്ത വിധം ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. ഇന്ദ്രിയ മനസ്സുകളുടെ വികാസം ബന്ധവും അവയുടെ അടക്കം മോക്ഷവുമാണെന്ന് മനസ്സിലാക്കി കാത്, ത്വക്ക്, കണ്ണ്, നാവ്, മൂക്ക് എന്നീ ഇന്ദ്രിയങ്ങളെ മനസ്സിനെ ആത്മാവിലും ലയിപ്പിച്ച് ആത്മാനുഭൂതിയിൽ മുഴുകിക്കൊണ്ടുവേണം ജീവിക്കാൻ. വാനപ്രസ്ഥന്മാരിൽ നിന്ന് സ്വീകരിക്കുന്ന ഭിക്ഷ കൊണ്ട് ഉപജീവനം നിർവഹിക്കുകയാണെങ്കിൽ അത് സാത്വികാഹാരമായതുകൊണ്ട് മനസ്സ് വളരെ വേഗത്തിൽ സത്വഗുണപ്രധാനമായി തീരും. സന്യാസി ഒരിക്കലും പ്രപഞ്ചത്തെ സത്യബുദ്ധിയോടുകൂടി കാണരുത്. ഇഹപര ലോകങ്ങളിൽ സത്യബുദ്ധി ഇല്ലാതായാൽ ലൗകികങ്ങളും വൈദികങ്ങളുമായ 2 വിധ കർമ്മങ്ങളെയും ഉപേക്ഷിക്കുവാൻ കഴിയും. അതേപോലെ മനസ്സ്, വാക്ക്, പ്രാണൻ ഇവയാൽ കൽപ്പിതമാണ് ആത്മാവിൽ തോന്നപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചമെന്നും അത് മായാമയമാണെന്നും മനസ്സിലാക്കി ആത്മാവിൽ മനസ്സിനെ ഉറപ്പിച്ച് പ്രപഞ്ച വസ്തുക്കളെ ചിന്തിക്കുക കൂടി ചെയ്യാതെ വേണം ജീവിക്കാൻ. ഇപ്രകാരമുള്ള ധർമാചരണത്താൽ നിരപേക്ഷനും വിരക്തനും ഭക്തനും ജ്ഞാനിയുമായി തീരുന്ന ആ സന്യാസി ആശ്രമചിഹ്നങ്ങളെയും വിധി നിഷേധങ്ങളെയും അതിക്രമിച്ച് അത്യാശ്രമിയായിത്തീരും. അങ്ങനെയുള്ളവരെയാണ് അത്യാശ്രമി എന്ന് പറയുന്നത്. അതേപോലെ ഈ ശരീരാഭിമാനമുള്ളപ്പോൾ മാത്രമേ വേദത്തിലെ വിധി നിഷേധങ്ങളെ മാനിക്കേണ്ടതുള്ളൂ. ധർമാധർമ്മങ്ങൾക്കതീതനായ ജ്ഞാനിയെ അത്യാശ്രമി അല്ലെങ്കിൽ അവധൂതൻ എന്നാണ് പറയുന്നത്. വിവേകിയാണെങ്കിലും കുട്ടികളെ പോലെ കളിച്ചുകൊണ്ടും എല്ലാം അറിയുന്നവനാണെങ്കിലും ഭ്രാന്തനെ പോലെ നിരർത്ഥകമായി സംസാരിച്ചുകൊണ്ടും വേദങ്ങളുടെ താൽപ്പര്യം അറിയുന്നവനാണെങ്കിലും ശുദ്ധാശുദ്ധങ്ങളില്ലാതെയും ജീവിക്കും അദ്ദേഹം. ആരെയും ഭയപ്പെടാതെയും സ്വന്തം ഒന്നിനെയും ഭയപ്പെടാതെയും ആരെങ്കിലും തന്നെ അപമാനിക്കുകയാണെങ്കിൽ അതെല്ലാം സഹിച്ചുകൊണ്ടും താൻ ആരെയും അപമാനിക്കാതെയും ആരോടും വൈരഭാവമില്ലാതെയും ജീവിക്കും അവധൂതനായ അങ്ങനെയുള്ള മഹാത്മാവ്. വർണ്ണാശ്രമധർമ്മങ്ങളെക്കുറിച്ചുള്ള
ബാക്കി ഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ ശരണം.